എല്ലാവർക്കും ടെക്ലൈ മലത്തിലെ സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന റിയൽമി GT17 കുറിച്ചാണ്. സോ നമുക്ക് റിയൽമി GT7ഉം റിയൽമി GT17 സെയിം ഡേറ്റിലാണ് ലോഞ്ച് ആവുന്നത്. മെയ് 27 ലോഞ്ച് വരുന്നത്. സോ റിയൽമി GT17 കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ സ്പെക്ക് എല്ലാം ലീക്ക് ആയിട്ടുണ്ട്. മീൻസ് അതിന്റെ ബോക്സ് വരെ ലീക്ക് ആയിട്ടുണ്ട്. പിന്നെ എത്ര 5G ബാൻഡ് ഉണ്ടെന്നൊക്കെ ഉള്ളതൊക്കെ എല്ലാം ലീക്ക് ആയിട്ടുണ്ട്. സോ ഒരു സ്പെക്ക് നിങ്ങൾക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ റിയൽമി GT7 ഓൾമോസ്റ്റ് സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. 8.3 ആണ് തിക്നെസ് വരുന്നത്. 202 ഗ്രാം ആണ് വരുന്നത്. ഫുൾ പ്ലാസ്റ്റിക് ബിൽഡിലായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ IP6968 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ബിൽഡ് ക്വാളിറ്റിയുടെ ആയിട്ട് അത്യാവശ്യം നല്ല തന്നെയാണ് പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ. ഡിസ്പ്ലേ നമ്മൾ നോക്കുവാണെങ്കിൽ 6.8 ഇഞ്ചിന്റെ ഒരു 1.5K 120 Hz 10 ബിറ്റ് AMOLED പാനലാണ് വരുന്നത്. 6000 നിറ്റ്സ് ആണ് നമുക്ക് പീക്ക് HDR ബ്രൈറ്റ്നസ് വരുന്നത്. പിന്നെ HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നമുക്ക് വരുന്നുണ്ട്. പ്രൊട്ടക്ഷൻ കാര്യത്തിൽ അറിയില്ല ഏതാ വരാൻ പോകുന്നത്. മോസ്റ്റ്ലി ചിലപ്പോൾ ഗോറില്ല ഗ്ലാസ് 7 ആയി വരാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ വിക്ടേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ നല്ലത് തന്നെ. സോ ഡിസ്പ്ലേയും ഡിസൈനും അടിപൊളി തന്നെയാണ്. ഡിസ്പ്ലേ ആയിട്ട് ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അടിപൊളി മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഓഡിയോ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. 24 ബിറ്റ് 192 KHz ആണ് ഹൈറസ് സർട്ടിഫിക്കേഷൻ വരുന്നത്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയും നമുക്ക് പ്രതീക്ഷിക്കാം. മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്തായാലും അടിപൊളി തന്നെയായിരിക്കും. പെർഫോമൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി GT7ലും റിയൽമി GT70ലും നമ്മളിപ്പോൾ MediaTekന്റെ ചിപ്സെറ്റ് ആണ് കാണുന്നത്. ഇപ്പോൾ റിയൽമി GT70യുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ Dimensity 8400 മാക്സ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ആണ്. 4 nanometer പ്രോസറാണ്. ഇതിന്റെ സ്പെക്കിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഹൈ എഫിഷ്യൻസി കോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം ഹൈ പെർഫോമൻസ് കോഴ്സ് ആണ് വരുന്നത്. മാലി G720 MC7 GPU ആണ് വരുന്നത്. LPDDR5X റാമും UFS 3.1 സ്റ്റോറേജ് 128 GB വെർഷനും UFS 4.0 സ്റ്റോറേജ് 256 GB 512 GB വെർഷനാണ് വരുന്നത്. ഈ ചിപ്സെറ്റിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. Dimensity 8400 വരുന്നത് നല്ല പവർഫുൾ ആണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ചിപ്സെറ്റ് തന്നെയാണ്. സ്പെക്കും അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആന്റിറ്റി സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ സിമിലർ ആണ്. ആന്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 16,27,583 ടോട്ടൽ സ്കോർ വരുന്നത്. CPU നമ്മൾ നോക്കുവാണെങ്കിൽ 3,70,585 GPU 5,79,031 സിമിലർ ആണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആയിട്ട് സിമിലർ ആയിട്ടുള്ള സ്കോർ ആണ് വരുന്നത്. സോ നല്ല എഫിഷ്യന്റ് ആണ്, നല്ല പവർഫുൾ ആണ്. നിങ്ങൾക്ക് ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ ഒരു കുറവും വരാൻ പോകുന്നില്ല. 90 FPS 60 FPS 90 FPS ഒക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റി BGMI-ലൊക്കെ. പിന്നെ OSന്റെ നമ്മൾ പറയുകയാണെങ്കിൽ റിയൽമി UI 6.0 ആയിരിക്കും. Android 15 ഔട്ട് ഓഫ് ദ ബോക്സ്. 3 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്. റിയൽമി UI ഇത്തിരി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI തന്നെയാണ്. വേർഷൻ ഉണ്ടോന്ന് ചോദിച്ചാൽ സ്ലൈറ്റ്ലി ഉണ്ട്. എന്നാലും അത്രയ്ക്ക് നേരത്തെ പോലെ ഒന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള UI ആണ് ഇപ്പോൾ. ഇത്യാവശ്യം നല്ല UI തന്നെയാണ്. നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള UI ആണ് റിയൽമി UI. ക്യാമറ നോക്കുവാണെങ്കിൽ നമ്മുടെ റിയൽമി GT7 ആയിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെ വരുന്നത്. പ്രൈമറി നമുക്ക് 50 മെഗാപിക്സൽ f1.8 ആപ്റ്റ് വരുന്ന സോണി IMX896 സെൻസർ ആണ്. 1x1.56 ഇഞ്ച് സെൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 60 FPS ആണ് വരുന്നത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള സെൻസറാണ്. 1x1.56 ഇഞ്ച് സെൻസർ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ലോ ലൈറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4K 60 FPS ആണ് കിട്ടുന്ന മാക്സിമം. സെക്കൻഡ് നമുക്ക് 8 മെഗാപിക്സൽ f2.8 അൾട്രാ വൈഡ് 1080p 30 FPS. നമുക്ക് ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ കാര്യം പറയുകയാണെങ്കിൽ 32 മെഗാപിക്സലിന്റെ f2.5 സെൽഫി 4K 30 FPS. സോ പ്രൈസിനനുസരിച്ചുള്ള അത്യാവശ്യമുള്ള ക്യാമറയുണ്ട്. ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ 7000 mAh സിലിക്കൺ കാർബൺ ബാറ്ററി ആണ് വരുന്നത്. 120 വാട്ട് ചാർജർ ബോക്സിൽ കിട്ടും. സോ 0 to 100% ഒരു 24 മിനിറ്റ് 30 മിനിറ്റ് ആ റേഞ്ച് കൊണ്ടൊക്കെ ആവും നമുക്ക്. പിന്നെ ബൈപാസ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ബാറ്ററി കാര്യത്തിൽ ഒരു കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ്. നല്ല ബാറ്ററി ബാക്കപ്പ്, നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ചാർജ് ആവും ചെയ്യും. കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 15 5G ബാൻഡ് ആണ് വരുന്നത്. Wi-Fi 7 വരുന്നുണ്ട്. Bluetooth 5.4, NFC വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. USB Type-C 2.0. സോ കണക്ടിവിറ്റി ഫീച്ചേഴ്സും വെൽ കവേർഡ് ആണ്. പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വേരിയന്റാണ് പറയുന്നത്. 8GB 128, 12GB 256, 12GB 512. അതിന്റെ ഒരു എക്സ്പെക്ടഡ് പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 35,000 തൊട്ട് മാക്സിമം ഒരു 39, 38 ആ റേഞ്ച് വരാണ് ചാൻസ് കൂടുതൽ. പ്രൈസ് റേഞ്ച് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. പുറത്തുണങ്ങിയ സ്മാർട്ട് ഫോൺ ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും ക്യാമറയും വരുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. പ്രൈമറി സെൻസർ വെച്ച് നോക്കുവാണെങ്കിൽ മറ്റ് ഫോണുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ആ പ്രൈസ് റേഞ്ച് വരുന്ന മറ്റ് ഫോണുകൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി വലിയ സെൻസറും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ക്യാമറ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫോണുകളുണ്ട്. നമ്മുടെ Xiaomi 14CB അങ്ങനത്തെ ഫോണുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇച്ചിരി ബെറ്റർ ക്യാമറ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് നോക്കുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി എന്താ പറയുക, ഒരു ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. റിയൽമി GT60 ആയാലും ഇപ്പോൾ ഇത് റിയൽമി ഇറങ്ങാൻ പോകുന്ന റിയൽമി GT70 ആയാലും ഇച്ചിരി ഗെയിമിംഗ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഒരു മോർ പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോൺ ആണ്. നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുവാണെങ്കിൽ.
സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ റിയൽമി GT70 സ്പെക്കും കാര്യങ്ങളൊക്കെ. പിന്നെ IQ Neo 10 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IQ Neo 10 ഇച്ചിരി ബെറ്റർ പെർഫോമൻസ് ഓറിയന്റഡ് സ്മാർട്ട് ഫോണാണ്. അതൊരു സ്നാപ്ഡ്രാഗൺ 8s Gen 4 ആണ് ഒരു വരുന്നത്. ഇവിടെ ബെറ്റർ പെർഫോമൻസ് ഉണ്ട്. പക്ഷെ അതിന് കുറവെന്ന് പറഞ്ഞാൽ ക്യാമറയാണ്. ഇതിനതല്ല, ഇതിന് ക്യാമറയും കൂടി ബെറ്റർ ആയിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് റിയൽമി GT70. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മാർട്ട് ഫോൺ എടുക്കുക. നമുക്ക് 2 സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. റിയൽമി GT70 വരുന്നുണ്ട്, നമ്മുടെ IQ Neo 10 വരുന്നുണ്ട്. നിങ്ങൾ അതിന്റെ സ്പെക്കും അല്ലെങ്കിൽ അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എടുക്കുക. നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് എടുക്കുക. നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ളത്. ഇപ്പോൾ ബാലൻസ്ഡ് ഫോണാണ് വേണ്ടതെങ്കിൽ നമുക്ക് റിയൽമി GT70 ഉണ്ട്. ഇച്ചിരി പ്രൈസ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ റിയൽമി GT7 തന്നെയാണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.